ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് കർഷണവേൽ. ഇത് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാനാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് നിങ്ങളുമായിട്ട് കംപ്ലീഷൻ്റെ ആ ഒരു ഭാവനയാണ് വയ്ക്കുന്നത്. നിങ്ങളുമായിട്ടൊരു കംപ്ലീഷൻ ഉണ്ടാകണം, അതായത് നിങ്ങൾ ഒരു കംപ്ലീറ്റ് ഫാമിലി എങ്ങനെയായിരിക്കണം അതേപോലെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇമാജിൻ ചെയ്യുന്നത്. നിങ്ങളുമായിട്ടുള്ള ഓരോ ഇമാജിനേഷനും ഇവിടെ ഇവർ നിങ്ങളുമായിട്ട് കംപ്ലീഷൻ ആകുമ്പോൾ ഇവരുടെ മനസ്സിലുള്ള ഭാവനകൾ നിങ്ങളോട് തുറന്ന് പറയുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങളുമായിട്ട് യൂണിയനിലാവണം, നിങ്ങളുമായിട്ട് ഇപ്പോഴുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ നെക്സ്റ്റ് ലെവലിൽ പോകണം, ഇതൊക്കെയാണ് ഇവരുടെ ആഗ്രഹം. അപ്പോൾ ഇതെല്ലാം നിങ്ങളോട് പറയുന്നതാണിവർ. പക്ഷേ ഇവരുടെ മനസ്സിലെയും ഹൃദയത്തിലെയും ചിന്തകൾ ഇതാണ്. പക്ഷേ ഇവർ ബാഡ്ലി ട്രാപ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ് ഉള്ളത്. കാരണം ചില ആൾക്കാരുടെ പേഴ്സൻ്റെ എനർജി നോക്കുകയാണെങ്കിൽ ഒരു സൈഡ് തേർഡ് പാർട്ടി, ഒരു സൈഡ് നിങ്ങൾ, അങ്ങനെ ഒരു എനർജിയിലാണ് ഇവർ ഉള്ളത്. ചില ആൾക്കാരുടെ ലൈഫിലെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ചില കാർമിക് ആയിട്ടുള്ള എനർജീസ് ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാരുടെ ലൈഫിൽ ഇവരുടെ സ്വന്തം ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ആൾക്കാരാണ് തേർഡ് പാർട്ടി ആയിട്ട് വന്നിരിക്കുന്നത്. അതായത് ഫാമിലി ആയിരിക്കാം തേർഡ് പാർട്ടി, അച്ഛനോ അമ്മയോ ആയിരിക്കാം. ചില ആൾക്കാരുടെ ലൈഫിൽ അതർ സിറ്റുവേഷനാണ് തേർഡ് പാർട്ടി ആയിട്ട് വന്നിരിക്കുന്നത്. ചില ആൾക്കാരുടെ ലൈഫിൽ എല്ലാം ഉണ്ട്, പക്ഷേ ഇവർ ഐസൊലേഷനിലായിട്ട് ഫീലാക്കുന്നു. അതായത് എല്ലാം ഉണ്ടായിട്ടും ഇവർ ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നത് പോലുള്ള ആ ഒരു എനർജി. അതായത് ഇപ്പോൾ ഈ ഒരു ടൈമിൽ മാരേജ് ചെയ്യുന്നത് ശരിയായിരിക്കുമോ, അതായത് എല്ലാ സിറ്റുവേഷനും ഓക്കെയാണ്, പക്ഷേ ഇവരുടെ ആ ഒരു മൈൻഡ് കൺഫ്യൂഷനിലാണ്. അതായത് എനിക്കിപ്പോൾ മാരേജ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ആ ഒരു കൺഫ്യൂഷൻ. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെയാണ് മാരേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, പക്ഷേ ഇവർക്ക് ഒരു ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനും പറ്റുന്നില്ല, നിങ്ങളെയും മൂവ് ഓൺ ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അങ്ങനൊരു അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. അതായത് ഇവരുടെ സിറ്റുവേഷൻ നിങ്ങൾക്കും അറിയാം, ഇവരുടെ ഫാമിലിയുടെ ഭാഗത്തു നിന്നെല്ലാം ഓക്കെയാണ്, പക്ഷേ ഇവർക്കാണ് പ്രോബ്ലം മാരേജിന് വേണ്ടിയുള്ള ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടി. ഇനി നിങ്ങൾ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണ് എങ്കിൽ നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ സ്പൗസിന് എന്താ പറ്റിയത്, എന്താ ഇങ്ങനെയെന്ന് നിങ്ങൾക്ക് തോന്നും. എന്താ ഇവർ ഇങ്ങനെ സൈലൻസ് സോണിൽ ഇരിക്കുന്നത്, എൻ്റെ ഫാമിലി നല്ലതല്ലേ, ഞാൻ നല്ലതായിട്ട് സ്നേഹിക്കുന്നില്ലേ, പിന്നെ എന്താ ഇവർ ഇങ്ങനെ ഇരിക്കുന്നത് സൈലൻ്റായിട്ട് എന്ന് നിങ്ങൾക്ക് തോന്നും. ചില ആൾക്കാരുടെ പേഴ്സൺ ഭയങ്കര ഡീപ്പായിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഇവർ ഓരോ കാര്യങ്ങളെയും വളരെ ഡീപ്പായിട്ട് ആഴത്തിലിറങ്ങി ചിന്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവരിങ്ങനെ ഡീപ്പായിട്ട് ചിന്തിക്കുന്ന എന്തിനെന്ന് വെച്ചാൽ ഇവർ ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു സമയം ആർക്ക് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കണം, ആർക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കണം, ഇങ്ങനെയൊക്കെ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയാണ് ഇവർ ഈ ഒരു ഡീപ്പ് ലെവലിൽ ചിന്തിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ടൈമിൽ ചില ആൾക്കാർക്ക് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം മനസ്സിലാകുമ്പോൾ നിങ്ങൾക്ക് വിഷമമാകും. ചില ആൾക്കാരുടെ പേഴ്സൺ മനഃപൂർവ്വം നിങ്ങളെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഓപ്പോസിറ്റുള്ള വ്യക്തിക്ക് കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സൺ ചിലപ്പോൾ നിങ്ങൾ ഒരു ഏണിംഗ് പേഴ്സൺ ആയിരിക്കാം. നിങ്ങളപ്പോൾ ഇവരെ വിട്ടിട്ട് ഇവരുടെ കുടുംബത്തെയും വിട്ടിട്ട് ദൂരെ പോയി വർക്ക് ചെയ്യുന്നവരായിരിക്കാം. അപ്പോൾ സഡനായിട്ട് ഇവർ നിങ്ങളോട് കുറച്ച് ഒരു ഡിസ്റ്റൻസ്, അതായത് സൈലൻസ് സോണിൽ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അവരോട് ദേഷ്യം തോന്നും. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നു, എൻ്റെ പേഴ്സൺ എന്നോട് സംസാരിക്കുന്നില്ല, സൈലൻസ് സോണിലിരിക്കുന്ന എന്താ കാര്യം എന്നും പറഞ്ഞ് ദേഷ്യം വരും നിങ്ങൾക്ക്. പക്ഷേ അവർ അവരുടെ കുടുംബത്തിന് കൂടുതൽ അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്നതായിരിക്കാം, ഇല്ലെങ്കിൽ അതർ സിറ്റുവേഷൻ്റെ എന്തെങ്കിലും ആയിരിക്കാം. പക്ഷേ ഇവിടെ മനഃപൂർവ്വമായിട്ട് ചില ആൾക്കാരുടെ പേഴ്സൺ ടെസ്റ്റ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കും. നിങ്ങൾക്ക് എത്രത്തോളം ഇവരോട് ഇവരുടെ കുടുംബത്തിനോട് സ്നേഹമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വളരെ ഇൻസെക്യൂരിറ്റി ആയിട്ട് നിങ്ങളോട് സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് എൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ നീ ആ ജോലി കളഞ്ഞിട്ട് ഇങ്ങ് വാ, നമുക്ക് രണ്ടുപേർക്കും ഇവിടെ സുഖമായിട്ട് ഫാമിലിയുടെ കൂടെ ജീവിക്കാം, അങ്ങനെയൊക്കെ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. ചില ആൾക്കാരുടെ പേഴ്സൺ അതൊരു ഇൻസെക്യൂരിറ്റി ഇവർക്ക് തോന്നുന്നതുകൊണ്ടാണ്. കാരണം ഇനി അടുത്ത് എന്തായിരിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, അങ്ങനെ ഇവർ ഡീപ്പായിട്ട് ചിന്തിച്ച് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സൺ വളരെ ബിന്ദാസ് ആയിട്ടിരിക്കുകയാണ്. ആരെന്ത് പറയുന്നു, ആരെന്ത് ചിന്തിക്കുന്നു അതൊന്നും ഇവർക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഇവർ ഇവരുടെ ലൈഫിൽ ബിന്ദാസ് ആയിട്ട് സന്തോഷമായിട്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവർ എങ്ങനെയെന്ന് വെച്ചാൽ ഇവർക്ക് എപ്പോഴാണോ ശരിയെന്ന് തോന്നുന്നത് അപ്പോൾ ഇവർ എന്ത് വേണമെങ്കിലും ചെയ്യും, ആരുടെ മുഖമും ഒന്നും നോക്കത്തില്ല. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു കാര്യം പറയാം,
അതായത് ഇവർ തോന്നും പോലെയാണ് ജീവിക്കുന്നത്. ഇവർക്ക് ഹാപ്പി ആയിട്ടിരിക്കണം ജീവിതത്തിൽ. അതിന് മറ്റൊരാൾ കരയുന്നുണ്ടോ, മറ്റുള്ള ആൾ എന്താണ് അവസ്ഥ അവരുടെ, അതൊന്നും നോക്കത്തില്ല. ഇവർ ഇവരുടെ ലൈഫിൽ ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുന്നു. അതാണ് നിങ്ങളിൽ ചില ആൾക്കാരുടെ പേഴ്സൻ്റെ അവസ്ഥ. നിങ്ങൾക്ക് ഇത് ഒരു കാര്യം അറിയുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് നിങ്ങളിൽ പല ആൾക്കാരുടെയും പേഴ്സൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇനി മെസ്സേജ് എന്താണെന്ന് നോക്കാം അവരുടെ. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഫസ്റ്റ് മെസ്സേജ്, എനിക്ക് നിങ്ങളെ കുറിച്ച് ഭയങ്കരമായിട്ട് ഓർമ്മ വരുന്നു. എന്താ നിങ്ങൾക്ക് എൻ്റെ ഓർമ്മ വരുന്നില്ലേ എന്നായിരിക്കും ഫസ്റ്റ് മെസ്സേജ്. ചിലപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും അങ്ങോട്ട് ഇതേപോലെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം ഇവർ ഓർമ്മിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. എന്നിട്ട് ഇവർ ചിന്തിക്കുന്നത്, ഒരു വ്യക്തി ഇത്രമാത്രം ഒരാളെ സ്നേഹിക്കുമോ എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അടുത്ത് റീച്ച് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടുള്ള ആ ഒരു ഇതും കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഇവർ എന്തെങ്കിലും തെറ്റ് നിങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ സറൗണ്ടർ ചെയ്യുന്നതായിട്ട്, അതായത് ഞാൻ തെറ്റായിപ്പോയെന്ന് ക്ഷമ നിങ്ങളോട് ചോദിക്കുന്നതായിട്ട്, അങ്ങനെ നിങ്ങളുടെ അടുത്തേക്ക് റീച്ച് ഔട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. എപ്പോഴൊക്കെയാണോ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത് അപ്പോഴൊക്കെ ഒരു ഇറിറ്റേഷൻ നിങ്ങൾക്ക് തോന്നും. അതായത് ചില സമയം കണ്ണിൽ ചൊറിച്ചിൽ പോലെ തോന്നും. നിങ്ങൾ കുറേ പ്രാവശ്യം ചൊറിയാൻ ശ്രമിക്കും, പക്ഷേ അവിടെ പൊടിയൊന്നും ഉണ്ടാവത്തില്ല, പക്ഷേ നിങ്ങൾക്ക് ചൊറിച്ചിൽ പോലെ തോന്നും. ചിലപ്പോൾ ഷോൾഡർ അല്ല എങ്കിൽ കൈകാലുകൾ, അവിടെയൊക്കെ എന്തെങ്കിലും ഒരു എനർജി ഫ്ലോ ഉണ്ടാകും. ഇല്ല എങ്കിൽ നിങ്ങളുടെ മുഖത്ത് തന്നെ എന്തെങ്കിലും മുടി ഉള്ളതുപോലെ തോന്നും, പക്ഷേ അവിടെ ഒരു മുടിയോ ഉണ്ടാവത്തില്ല. പക്ഷേ നിങ്ങൾ ആ മുടി എവിടെയാണ്, എന്താ എനിക്കിങ്ങനെ ചൊറിച്ചിൽ വരുന്നതെന്ന് തോന്നും. അതൊക്കെ ഒരു എനർജിയുടെ ആ ഒരു ഇതാണ്. അതായത് നിങ്ങളുടെ പേഴ്സൺ ടെലിപ്പതിക്കൽ നിങ്ങളുമായിട്ട് കണക്റ്റ് ആകുമ്പോഴാണ് ഇങ്ങനത്തെ ആ ഒരു ഇത് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു എനർജി നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന ഇതാണ്. അത് നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത് എന്നാണ് അവർ എനർജിയിലൂടെ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. നെക്സ്റ്റ് മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എക്സാമോ എന്തെങ്കിലും ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നീ എന്തായാലും പാസ്സാവും, പേടിക്കേണ്ട ആവശ്യമില്ല, എൻ്റെ സപ്പോർട്ട് എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ട്, നീ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല, നീ വിജയിക്കും, നിനക്ക് ആ പരീക്ഷ വിജയിക്കാൻ സാധിക്കും, ആ ഒരു ഇൻ്റർവ്യൂവിൽ നിനക്ക് പാസ്സാവാൻ സാധിക്കും, നിനക്ക് ഇന്ന് ജോലി ലഭിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളെ എൻകറേജ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്ന മെസ്സേജിലൂടെ. നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങൾക്ക് എല്ലാ സാധനവും സ്വിച്ച് ഇട്ടതുപോലെ പെട്ടെന്ന് കിട്ടണം. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്, എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ട്, നീ ഇങ്ങനെ പെട്ടെന്ന് വേണമെന്ന് വാശി പിടിക്കരുത് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. നെക്സ്റ്റ് മെസ്സേജ് എന്ന് പറയുന്നത്, ഈ ലാസ്റ്റ് മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഭയങ്കര പേടിയായിരിക്കും, നിങ്ങൾ ഇവരെ ആരെങ്കിലും വേർപിരിക്കും, ആരെങ്കിലും അതിന് വേണ്ടി ശ്രമിക്കും, സെപ്പറേഷൻ ആകും നിങ്ങൾ തമ്മിൽ, അങ്ങനെയൊക്കെ പേടിയുണ്ട് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്, എന്തിനാ പേടിക്കുന്ന, അങ്ങനെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, നീ ആ പേടിയിൽ നിന്ന് പുറത്ത് വരിക, ഞാൻ ഒരിക്കലും നിന്നെ വിട്ട് പോകത്തില്ല, നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും എന്നാണ് അവർ നിങ്ങളോട് പറയുന്നത്. ഇനി ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് എപ്പോഴാണ് റെസനേറ്റ് ആകുന്നത് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന 2 നമ്പറും 4 നമ്പറുമാണ്. അപ്പോൾ 2 ഡേയ്സിനുള്ളിൽ മിനിമം 4 അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് റെസനേറ്റ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതാണ് റീഡിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.